നമസ്കാരം. PK ആസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇതിന്റെ ഈ ചെറിയ വീഡിയോയിൽ മകം, പൂരം, ഉത്രം കാല് ചേരുന്ന 2.25 നക്ഷത്രമടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ 23-ാം തീയതി വരെ, അതായത് ചിങ്ങം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ അവിടെ ആഴ്ചഫലം എങ്ങനെയാണ് എന്നൊന്ന് വിശകലനം ചെയ്യുകയാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാരുടെ ഇപ്പോഴത്തെ ഗ്രഹനില നമ്മളൊന്ന് പരിശോധിച്ചാൽ, അവിടെ ജന്മത്ത് സൂര്യനും കേതുവും, സൂര്യൻ നാളെ മുതലാണ്, അതായത് ചിങ്ങം 1-ാം തീയതി മുതലാണ് സൂര്യൻ കേതു ജന്മത്തേക്ക് വരുന്നത്. അപ്പോൾ ജന്മത്ത് സൂര്യനും കേതുവും, 2-ൽ ചൊവ്വ, 7-ൽ രാഹു, 8-ൽ ശനി, 11-ൽ ഗുരുവും ശുക്രനും, 12-ൽ ബുധനുമാണ്. അപ്പോൾ ഇവരുടെ ഈ ഗ്രഹനില പൊതുവായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രഹനിലയിൽ 11 എന്ന് പറയുന്ന ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുവും അതുപോലെ തന്നെ ശുക്രനും, ഈ 2 ഗ്രഹങ്ങളാണ് യഥാർത്ഥത്തിൽ ശരിക്കും നല്ല ഭാവത്തിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ അനിഷ്ടഭാവങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവായി പറയാനോ അല്ല ഞാൻ ശ്രമിക്കുന്നത്, കണ്ട കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ള. അപ്പോൾ 11-ലെ ഗുരുവും ശുക്രനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാവത്തിൽ നിൽക്കുന്നുണ്ട്, ലാഭസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ആഴ്ചയുടെ തുടക്കത്തിൽ വളരെയേറെ ഗുണം ചെയ്യുന്ന 2 ഗ്രഹങ്ങളാണ് ഗുരുവും ശുക്രനും. സാമ്പത്തികമായി നേട്ടമുണ്ടാകുക, അപ്രതീക്ഷിതമായി ധനം വന്ന് ചേരുക, വിവിധ മാർഗങ്ങളിലൂടെ ധനാഗമനങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ഇടനിലക്കാർ, മധ്യസ്ഥ, ബ്രോക്കർ പോലുള്ള ആൾക്കാർ, ഏജന്റായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല കമ്മീഷൻ കിട്ടുക, അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗള കാര്യങ്ങൾ, വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ അല്ലെങ്കിൽ തീരുമാനിക്കാനുണ്ടായ അവസരങ്ങൾ ഉണ്ടാവുക, പിന്നെ ഉല്ലാസയാത്രകളും ഗുണകരമായ യാത്രയൊക്കെ ചെയ്യാനൊരു അവസരം കിട്ടുക. ഇതൊക്കെയെന്ന് പറയുന്നത് 12-ൽ നിൽക്കുന്ന ഗുരുവും ശുക്രനുമാണ്. എന്നാൽ ഓഗസ്റ്റ് മാസം 21-ാം തീയതി ശുക്രൻ വീണ്ടും 12-ലേക്ക് വരികയാണ്. അപ്പോൾ 12-ലേക്ക് വരുമ്പോഴും വ്യയസ്ഥാനമാണെങ്കിൽ പോലും ശുക്രൻ നിൽക്കുന്നത് ആഡംബര വസ്തുക്കളും അതുപോലെ തന്നെ ധനധാന്യങ്ങളുമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഭാവത്തിലേക്കാണത് വീണ്ടും വരുന്നത്. അപ്പോൾ ശുക്രനെ കൊണ്ട് 11-ൽ നിൽക്കുമ്പോഴും 12-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വലിയ ദോഷങ്ങളൊന്നുമില്ല. മാത്രമല്ല സർവേശ്വരകാരകനായ വ്യാഴം 11-ൽ ലാഭസ്ഥാനത്ത് നന്നായി നിൽക്കുന്നത് കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ മറ്റ് ഗ്രഹങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഷ്ടമത്തിൽ ശനിയാണ്. അഷ്ടമത്തിൽ ഒരു ഗ്രഹം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദോഷമാണ്, ആയുർഭാവമാണ്. മാത്രവുമല്ല ശനി എന്ന് പറയുന്ന ഒരു പാപഗ്രഹമാണ്. അപ്പോൾ അഷ്ടമത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ശാരീരികമായ വലിയ അസ്വസ്ഥതകളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഭാവമാണ് എന്ന് പറയുന്നത്. അപ്പം അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 2-ൽ നിൽക്കുന്ന ചൊവ്വയും വളരെ മോശം സ്ഥാനമാണ്, അനിഷ്ടഭാവമാണ്. അപ്പം നമുക്കതുകൊണ്ട് വലിയ ഗുണമുണ്ടാകുന്നില്ല. ഒപ്പം തന്നെ 7 നിൽക്കുന്ന രാഹുവും അതുപോലെ തന്നെ ബുധനുമൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നൊരവസ്ഥയിലല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ മോശം സ്ഥാനം അല്ലെങ്കിൽ അനിഷ്ടഭാവത്തിലേക്ക് നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും ചില കാര്യതടസ്സങ്ങൾ, ചില നീച ബന്ധങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ തർക്കങ്ങൾ, ശത്രുക്കളെ കൊണ്ടുള്ള ഭയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ശ്രദ്ധയിൽ പോലും ഇല്ലാതെ, നമ്മളെ മനസ്സിൽ പോലും ഇല്ലാത്ത പണ്ടേ കൊണ്ടായത് ശത്രുക്കളെ ഉടലെടുക്കുന്നൊരു സന്ദർഭം, അതുപോലെ തന്നെ അനാവശ്യമായി നമ്മളോട് സംസാരിക്കാൻ മുന്നോട്ട് വരുന്ന ചില സാഹചര്യങ്ങൾ. അപ്പം ഇതിനെയൊക്കെ നമ്മൾ വളരെയേറെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെയേറെ ശരിക്കും മുൻകരുതൽ എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. കാരണം നമ്മുടെ ശരിക്കും ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ മോശം അവസ്ഥയാണ്. എങ്കിൽ പോലും നമുക്ക് ഗുരുവും അതുപോലെ ശുക്രനുമൊക്കെ വളരെ നല്ല സ്ഥാനത്ത് നിന്ന് ഗുണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പൊതുവെയുള്ള ഗുണങ്ങളെല്ലാം നമുക്കുണ്ടാകും. സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും മറ്റ് ഗ്രഹങ്ങളുടെ പ്രശ്നം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ, അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെ ഇടയിൽ ചില തർക്ക വിഷയങ്ങൾ, അപ്പം ബന്ധുജനങ്ങളുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണുകയാണ്. എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഈ 12, 17, 18, 19 തീയതികൾ നല്ല തീയതികൾ, നല്ല ഗുണപ്രദമാണ്. എങ്കിലും നമ്മൾ ഈശ്വര ധ്യാനം വളരെ കൂടുതൽ അത്യാവശ്യമാണ്. ഈശ്വരാധീനം അല്പം കുറഞ്ഞു നിൽക്കുന്നൊരു സമയം കൂടി ആയതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ഈശ്വരനെ ഭജിച്ച്
അതോടൊപ്പം തന്നെ അമ്പലങ്ങളിലൊക്കെ പോയി കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി പൂജകളൊക്കെ നടത്തി ഈ ദോഷ പരിഹാരമൊക്കെ ഉണ്ടാക്കി മനസ്സിന് കാഠിന്യം ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഗുണാധിക്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും നമുക്ക് കാണാം. താങ്ക്സ്.